നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളോടും പ്രതികരിക്കാറുള്ള ഞാൻ നാട്ടിലിപ്പോൾ ഏറ്റവും സുപ്രധാനമായൊരു സംഭവം നടന്നപ്പോൾ അതിനോട് പ്രതികരിക്കുന്നില്ല. അതായത് പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വിമർശന കമൻറ്റുകൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെയും മറ്റും കാണുന്നുണ്ട്. അതിനുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യം പറയുന്ന കാര്യം, ഞാൻ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങളോടും പ്രതികരിച്ചുകൊണ്ട് അഭിപ്രായം പറയാറുണ്ട് എന്ന വാദം തെറ്റാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ 400-ൽ പരം വീഡിയോകളുണ്ട്. അത് പരിശോധിച്ചാൽ ആനുകാലിക സംഭവങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളുടെ എണ്ണം വളരെ അപൂർവമാണ് എന്ന് കാണാൻ കഴിയും. മാത്രമല്ല, എനിക്കങ്ങനെ നാട്ടിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളോടും പ്രതികരിക്കുന്ന ഒരു രീതിയുമില്ല. കാരണം ആനുകാലികമായ സംഭവങ്ങളെക്കുറിച്ച്, അപ്പോഴുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നതല്ല എൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം. അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളിലും ഞാൻ അഭിപ്രായം പറയാറുമില്ല. നേരെ മറിച്ച് എനിക്ക് എൻ്റേതായ ചില ദൗത്യമുണ്ട്, ലക്ഷ്യമുണ്ട്. അത് വളരെ പെട്ടെന്ന് ഫലം കാണുന്നതും ആനുകാലികമായ സംഭവങ്ങളുമായിട്ടൊന്നും നേരിട്ട് ബന്ധമുള്ളതല്ല. കുറച്ചുകൂടെ ദൂരവ്യാപകമായ ഒരു സാമൂഹ്യ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അതിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ലോകത്തുണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം പറഞ്ഞ ആ ഒരു ഭാഗം ഞാൻ പൂർണ്ണമായി തള്ളിക്കളയുന്നു. അങ്ങനെ എല്ലാ വിഷയങ്ങളോടും പ്രതികരിക്കുന്ന ഒരാളല്ല ഞാൻ. ഇനി പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, ഇത്രയും കാലം ഒന്നുകൊണ്ട് മിണ്ടിയില്ല എന്നുള്ള ചോദ്യമാണ്. അതിന് കാരണം, എനിക്കത് അത്ര വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നത് തന്നെയാണ്. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വലിയ ആഘോഷം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെല്ലാം അതിൻ്റെ ആഘോഷമാണ്. ചിലർ അർമാദിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവരെ കളിയാക്കിക്കൊണ്ടും അതിനോടുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങളുമായിട്ടും സോഷ്യൽ മീഡിയ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനാൽ നിറഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ഞാൻ ഇതിനെ അത്ര ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് അല്ല കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു രാഷ്ട്രീയ കോമഡി മാത്രമാണ്. പോപ്പുലർ ഫ്രണ്ട് RSSനെ നിരോധിക്കുക എന്ന് പറയുന്നതും RSS പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുക എന്ന് പറയുന്നതും ഒക്കെ എൻ്റെ മുമ്പിൽ ഒരേപോലെയുള്ള അർത്ഥശൂന്യമായ ഒരു കോമഡിയാണ്. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംഘപരിവാർ അവർ തുടർന്നു പോരുന്ന ചില നയങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ആ രാഷ്ട്രീയ ലക്ഷ്യം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത്ര ബോധിച്ചിട്ടുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്ദേശ്യശുദ്ധിയെ ഞാൻ സംശയിക്കുന്നുണ്ട്. സംശയിക്കല്ല, അവരുടെ ഉദ്ദേശ്യശുദ്ധിയെക്കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. പോപ്പുലർ ഫ്രണ്ട് എന്ന ഒരു സംഘടനയെ നിരോധിച്ചത് കൊണ്ട് വലിയൊരു ആനക്കാര്യമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കൃത്യമായ ധാരണയും എനിക്കുണ്ട്. കാരണം എന്താണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്നും എന്താണ് അതിൻ്റെ രാഷ്ട്രീയമെന്നും അതിൻ്റെ പിന്നിലുള്ള ഐഡിയോളജി എന്താണെന്നും അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് എന്നൊരു സംഘടനയെ നിരോധിച്ചതുകൊണ്ട് ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല എന്ന് കൃത്യമായ ധാരണ എനിക്കുണ്ട്. ഇവിടെ ഇസ്ലാമിക മതഭീകരവാദം ആണ് അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം. ഇസ്ലാമിക മതഭീകരവാദത്തെ മറ്റൊരു ഭീകരവാദം കൊണ്ട് അടിച്ചമർത്തി നേരിടാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. പോപ്പുലർ ഫ്രണ്ടിനെ ഇപ്പോൾ നിരോധിച്ചത് കൊണ്ട് തീരെ ഗുണഫലമൊന്നുമില്ല എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് അവർ ഒരു അടുത്ത 1-2 വർഷത്തേക്ക് ആസൂത്രണം ചെയ്തിരുന്ന
പല വിധ്വംസക അക്രമ പ്രവർത്തനങ്ങളും ഈ നിരോധനം കാരണം ഇനി നടക്കാതെ പോകും. അത് സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു നിരോധനവും അതിൻ്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ജയിലിലാവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ സ്വന്തം മക്കൾ ഇത്തരം പ്രവർത്തനത്തിന് പോകുമ്പോൾ കുറേ രക്ഷിതാക്കളെങ്കിലും അവനവൻ്റെ മക്കളെ അതിൽ നിന്ന് തടഞ്ഞു നിർത്താൻ ഒരു കാരണമായി ഇത് ഭവിക്കും. അങ്ങനെ വരുമ്പോൾ കുറേ പേരെങ്കിലും ഈ തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് പോകുന്നതിൽ നിന്ന് അവരുടെ കുടുംബങ്ങൾ തടഞ്ഞു നിർത്താൻ സാധ്യതയുണ്ട്. അതും ഗുണകരമായിട്ടുള്ള ഒരു ഫലമാണ്. മറ്റൊന്ന്, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അത് ദൂരവ്യാപകമായി തങ്ങൾക്ക് തന്നെ വലിയ ദോഷം ചെയ്യും എന്ന് കുറച്ച് പേർക്കെങ്കിലും തിരിച്ചറിവുണ്ടായി അവരിതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിൽ അതും ഗുണപരമായിട്ടുള്ള ഒരു ഫലം തന്നെയാണ്. എന്തായാലും ഒരു ആസന്ന ഭാവിയിൽ ഈ നിരോധനം കൊണ്ട് ചില ഗുണങ്ങളൊക്കെ സമൂഹത്തിൽ ഉണ്ടാവാം. താൽക്കാലികമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇത് ദൂരവ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ എന്ത് ഫലമാണ് ഉളവാക്കുക എന്നതിനെ കൂടി പരിഗണിക്കുമ്പോഴാണ് ഇത് എവിടേക്കാണ് നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോവുക എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയുക. അതത്ര ലളിതമായൊരു കാര്യമല്ല. അതിന് കുറച്ച് സോഷ്യൽ കെമിസ്ട്രിയൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന മതഭീകരവാദ പ്രസ്ഥാനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെയും കാര്യകാരണങ്ങളെയും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ കൃത്യമായി നിരീക്ഷിച്ചു പോരുന്ന ഒരു വ്യക്തിയാണ് എന്ന് മാത്രമല്ല, പലപ്പോഴും അത്തരം പ്രവർത്തനങ്ങൾക്ക് ഇരയായിട്ടുള്ള ഒരാൾ കൂടിയാണ്. വളരെ മാരകമായ അക്രമങ്ങൾക്കും വധശ്രമങ്ങൾക്കുമൊക്കെ പല സന്ദർഭങ്ങളിലും ഈ കൂട്ടരിൽ നിന്ന് വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനും, അതുപോലെ തന്നെ എൻ്റെ കുടുംബവും. അതുകൊണ്ട് എന്താണ് ഈ മുസ്ലിം ഭീകരവാദം അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദം എന്നതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിവും ധാരണയും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, പോപ്പുലർ ഫ്രണ്ട് എന്ന ഒരു സംഘടനയുടെ ചട്ടക്കൂടിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ലോകത്ത് നിലനിൽക്കുന്ന ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയുന്നത്. സംഘടനയുടെ ചട്ടങ്ങളിലും ചട്ടക്കൂടുകളിലും ഒതുങ്ങുന്നതല്ല എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ SDPI പോലുള്ള മറ്റു സംഘടനകളെ കൂടെ നിരോധിച്ചാലും അവസാനിക്കുന്നതല്ല ഇസ്ലാമിക ഭീകരവാദം. ഇസ്ലാമിക ഭീകരവാദം ഇന്ന് കേരളത്തിലെ എല്ലാ സംഘടനകൾക്ക് അകത്തുമുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തുമുണ്ട്. ഒരു പാർട്ടിയിലും സംഘടനയിലും മത സംഘടനയിലും ഒന്നും അല്ലാതെ വ്യക്തികൾ എന്ന നിലക്ക് ഒറ്റപ്പെട്ട് നിലനിൽക്കുന്ന ഭീകരവാദികളും ഒക്കെ ഉണ്ട്. ഇവിടെ ഭീകരവാദികളുടെ സംഘടന എന്നതിനേക്കാൾ ഉപരി ഭീകരവാദിയുടെ ഐഡിയോളജി എന്നതാണ് പ്രധാനം. ഈ ഭീകരവാദത്തിൻ്റെ ഐഡിയോളജി നിലനിൽക്കുന്നത് ഓരോ മതവിശ്വാസിയുടെ, തീവ്ര മതവിശ്വാസിയുടെ മസ്തിഷ്കത്തിനകത്താണ്. ഈ തീവ്ര മതവിശ്വാസം ഒരു ഭീകരവാദമായി കുറേ പേരുടെയെങ്കിലും മസ്തിഷ്കത്തിനകത്ത് കയറിക്കൂടുകയും അത് അവിടെ ശക്തമായി പിടിമുറുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം മസ്തിഷ്കത്തിൻ്റെ ഉടമകളായിട്ടുള്ള ഓരോ വ്യക്തിയും വളരെ വലിയ പ്രഹരശേഷിയുള്ള ഓരോ ബോംബുകളായിട്ടാണ് പ്രവർത്തിക്കുക. ഈ ബോംബിന് സാധാരണ ബോംബുകളെക്കാൾ മറ്റു ചില സവിശേഷതകൾ കൂടിയുണ്ട്. ഈ ഒരു ബോംബിന് വേറെ ബോംബുകളെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കൂടിയുണ്ട്. അതായത് പകർച്ചവ്യാധി പോലെ മറ്റുള്ളവരിലേക്ക് ഈ വീര്യം പകർന്നു നൽകാനുള്ള കഴിവ് കൂടി ഉള്ളതുകൊണ്ട് ബോംബുകളെ പ്രത്യുൽപാദനം ചെയ്യുന്ന ബോംബുകൾ കൂടിയാണ് ഈ മതബോംബുകൾ. ഈ ബോംബുകൾ പ്രവർത്തിക്കുന്നത് വിശ്വാസികളായ ആളുകളിൽ ഒരു വിഭാഗത്തിൻ്റെ മസ്തിഷ്കത്തിനകത്താണ്, മനസ്സിനകത്താണ്. ആ മസ്തിഷ്ക ബോംബുകളെ നിർവീര്യമാക്കിക്കൊണ്ട് അതിൻ്റെ പ്രഹരശേഷി ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ മതഭീകരവാദം പോലുള്ള ഒരു പ്രശ്നത്തെ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കുക മാത്രമല്ല, ആ നിർവീര്യമാക്കൽ പ്രക്രിയയിൽ ചെയ്യാൻ കഴിയുന്നതെല്ലാം ജീവിതകാലത്ത് ചെയ്യുക എന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് കഴിഞ്ഞ 10-45 വർഷമായിട്ട് ആ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ.
അതുകൊണ്ട് തന്നെ ഈ മതഭീകരവാദികളുടെ അക്രമത്തിനും വധശ്രമത്തിനുമൊക്കെ ഇരയാവുകയും തലനാരിഴക്ക് രക്ഷപ്പെടുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങളും എനിക്കുണ്ട്. ഒരു 10-23 വർഷം മുമ്പ് ഞാനും എൻ്റെ കുടുംബവും ഭീകരമായിട്ടുള്ള ഒരു അക്രമത്തിൽ നിന്ന്, ഇവരുടെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ആ ഒരു സന്ദർഭത്തിലും അതിനു മുമ്പും ഒക്കെ കേരളത്തിൽ ഈ ഭീകരപ്രസ്ഥാനം രൂപപ്പെട്ടു വരുന്ന ആ കാലഘട്ടം മുതൽ തന്നെ ഇതിൻ്റെ ആപത്തിനെക്കുറിച്ച് സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയും കേരളത്തിലൊക്കെ മാറി മാറി വന്നിട്ടുള്ള ഇടത് വലത് ഭരണകൂടങ്ങളോട് ഇവരെ മുളയിലെ നുള്ളണമെന്നും ഇതിൻ്റെ വേരോടുകൂടി പിഴുതെറിയണമെന്നും ഇതിനെ കൈകാര്യം ചെയ്യണമെന്നും കേരളത്തിലെ എപ്രകാരമാണോ നിങ്ങൾ നക്സലൈറ്റ് പ്രസ്ഥാനത്തെ അടിച്ചമർത്തിയത് അതുപോലെ തുടക്കത്തിലെ അടിച്ചമർത്തണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ. നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. പക്ഷേ അങ്ങനെ മുളയിലേ നുള്ളുക എന്ന പ്രക്രിയ നടന്നില്ല എന്ന് മാത്രമല്ല, ഇതൊരു വലിയ വടവൃക്ഷമായി വളർന്ന് ഇന്ന് നുള്ളാനും പറിക്കാനും അല്ലെങ്കിൽ പിഴുതെറിയാനും പറ്റാത്ത അത്ര വലിയ തോതിൽ വളർന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു നിരോധനം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഉപരിപ്ലവമായ ഇത്തരം ഒരു ചികിത്സ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നു മാത്രമല്ല, ഇത് നിരോധിക്കാൻ വരുന്നത് ഇതിന് സമാനമായ മറ്റൊരു ഭീകരപ്രസ്ഥാനമാണ് എന്നതുകൊണ്ട് തന്നെ ഈ നിരോധനം ഒരു വേള വിപരീത ഫലവും ചെയ്യാനിടയുണ്ട്. ഇപ്പോൾ താൽക്കാലികമായി ചില ഗുണങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് ഞാൻ എണ്ണി പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് ഇതുകൊണ്ടുണ്ടാവാൻ പോകുന്ന ദൂഷ്യങ്ങൾ എന്നുകൂടി പറയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഈ പറഞ്ഞ നിർവീര്യമാക്കൽ പ്രക്രിയ, മനുഷ്യ മസ്തിഷ്കത്തെ ബോംബുകളായി പരിണമിപ്പിക്കുന്ന ഈ മതഭീകരവാദത്തെ മനുഷ്യ മസ്തിഷ്കത്തിൽ വെച്ച് തന്നെ നിർവീര്യമാക്കുന്ന ഒരു പ്രക്രിയ. ആ പ്രക്രിയയാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിരന്തരമായ ആശയപ്രചരണവും ബോധവൽക്കരണവും ഒക്കെ. അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഇതിനെ നിർവീര്യമാക്കാൻ നമ്മളെപ്പോലുള്ള ആളുകളും നമ്മളെപ്പോലുള്ള പ്രസ്ഥാനങ്ങളും നിരന്തരമായി ശ്രമിക്കുമ്പോൾ നമ്മുടെ ശ്രമങ്ങൾക്ക് ഒരു വലിയ അളവിൽ ഫലം കണ്ടു തുടങ്ങുന്ന ഒരു സന്ദർഭത്തിൽ ഇതിനെല്ലാം നിഷ്പ്രഭമാക്കുകയും നിർവീര്യമാക്കുകയും നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഫലശൂന്യമാക്കുകയും ചെയ്യുന്ന മറ്റൊരു ഫലമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത്. അത് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ ചരിത്രം കൂടി നമ്മൾ അറിയണം. ഇസ്ലാമും ഇസ്ലാം മതവും ഇസ്ലാം വിശ്വാസവും ഒക്കെ ഇവിടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലൊക്കെ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ രൂപപ്പെട്ടത് ഒരു പ്രത്യേക രാഷ്ട്രീയ സന്ദർഭത്തിലാണ് അത് ശക്തിപ്പെട്ടത്. ബാബറി മസ്ജിദ് തകർത്തുകൊണ്ടുള്ള സംഘപരിവാറിൻ്റെ വർഗീയവൽക്കരണത്തോടുള്ള ഒരു സ്വാഭാവിക വൈകാരിക പ്രതികരണം എന്ന നിലക്കാണ് കേരളത്തിലെയൊക്കെ മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുകയും പെട്ടെന്ന് വളരുകയും ചെയ്തത്. ഇതാർക്കും നിഷേധിക്കാൻ പറ്റുന്ന ഒരു വസ്തുതയല്ല, ഇതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലും ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന എന്നെപ്പോലുള്ള ആളുകൾ ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടും മതത്തിൻ്റെ അമിതമായ ഗോത്രബോധത്തിനെതിരായിട്ടും മതപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി പകരം ഒരു ബഹുസ്വര സമൂഹത്തിന് പാകപ്പെടുന്ന മനസ്സുകളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി പൗരബോധമുള്ള ഒരു സമൂഹത്തെ, ശാസ്ത്രബോധമുള്ള ഒരു സമൂഹത്തെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും പുറംതിരിഞ്ഞു നിന്നിരുന്ന മുസ്ലിം സമുദായം പോലുള്ളൊരു സമുദായത്തിനകത്തേക്ക് കൂടി സ്വതന്ത്ര ചിന്തയുടെ വെളിച്ചം കടത്തിവിടുന്നതിന് വേണ്ടി നമ്മളൊക്കെ ശ്രമം ആരംഭിച്ച ഒരു കാലഘട്ടത്തിലാണ് ഈ തിരിച്ചടി ഉണ്ടായത്. ഈ തിരിച്ചടി ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തിയത് എന്നെപ്പോലെയുള്ള ആളുകളെയാണ്. ബാബറി മസ്ജിദ് ധ്വംസനം പോലുള്ള അക്രമ പ്രവർത്തനങ്ങളിലൂടെ മുസ്ലിം സമൂഹത്തെ വൈകാരികമായി പ്രകോപിപ്പിക്കുക വഴി നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾക്ക് ഫലമില്ലാതാവുകയാണ് ആ കാലഘട്ടത്തിൽ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ കുറേ കാലം അത്തരം രംഗത്തൊക്കെ പ്രവർത്തിക്കുകയും അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇന്ന് കുറച്ചും കൂടെയൊക്കെ ഗുണപരമായിട്ടുള്ള ഫലം ഉണ്ടാവുകയും ചെയ്ത ഒരു സന്ദർഭത്തിൽ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു പ്രസരത്തിൻ്റെ ഒരു ഗുണഫലം എന്ന നിലക്ക് ഇന്ന് ഈ സമൂഹത്തിലും വലിയൊരളവിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടൊക്കെയുള്ള ചിന്തകൾ വളർന്നു വരികയും ചെയ്യുന്ന ഈ ഒരു നല്ല അവസരത്തിൽ ഈ സമൂഹത്തെ കൂടുതൽ വൈകാരികമായി
പ്രകോപിപ്പിക്കുന്നതിന് മാത്രം ഉതകുന്ന ഈ നിരോധനം പോലുള്ള ഏർപ്പാടുകൾ നമ്മുടേതുപോലുള്ള പ്രസ്ഥാനങ്ങൾക്കും നമ്മളെപ്പോലുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾക്കും തീർച്ചയായിട്ടും ഗുണം ചെയ്യില്ല. അത് വിപരീത ഫലമേ ചെയ്യും. കാരണം നാടൻ ഭാഷയിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ തലയിൽ തീ കത്തുന്നവരോട് മലയിലെ തീ കെടുത്തുന്നതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ അല്ലേ നിരോധിച്ചത് എന്ന് ചോദിക്കാം. പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെയാണ് നിരോധിച്ചതെങ്കിലും ഞാൻ പറഞ്ഞു, ഈ മതമൗലികവാദവും മതഭീകരവാദവും ഒരു സംഘടനയുടെ ചട്ടക്കൂടിൽ നിൽക്കുന്നതല്ല. അതൊരു സമുദായത്തിലെ ഒരു ചെറിയ ശതമാനം ആളുകളെ ആണെങ്കിൽ പോലും വളരെ കാര്യമായി സ്വാധീനിച്ചിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളെ ആ ഐഡിയോളജി ഉൾക്കൊള്ളുന്ന തീവ്രവാദികളായ ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഉപകരിക്കില്ല എന്ന് മാത്രമല്ല, ഒന്നാം നിരയിലുള്ള പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ നിർവീര്യമാക്കുന്നതോടുകൂടി അല്ലെങ്കിൽ അവരെയൊക്കെ ജയിലിലാക്കുന്നതോടുകൂടി രണ്ടാം നിര സജീവമായി മുന്നോട്ട് വരും എന്നതാണ് ഇതിൻ്റെ ഒരു സ്വാഭാവിക ഫലം. അങ്ങനെ രണ്ടാം നിര മുന്നോട്ട് വരുമ്പോൾ പിന്നിൽ വേറെ പുതിയ നിരകൾ രൂപപ്പെടും. നേരത്തെ മിതവാദികളായി നിന്നിരുന്ന അല്ലെങ്കിൽ ഇതിനോട് അത്ര താല്പര്യമില്ലാതെ നിന്നിരുന്ന ഒരു വിഭാഗം ആളുകൾക്ക് കൂടി തീവ്ര മനോഭാവം ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ഇത് കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യാനാണ് ഇത് ഉപകരിക്കുക. നേരെ മറിച്ച് ഇത് നടപ്പിലാക്കിയ ആളുകൾക്ക് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിന് ഉപകരിക്കും. കാരണം അവർ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം സമൂഹം മൊത്തത്തിൽ തീവ്രവാദികളും ഭീകരവാദികളുമായി ഒരുമിച്ച് ധ്രുവീകരിച്ച് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു മുഖ്യധാര മതേതര ധാരയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അക്രമങ്ങൾ പ്രവർത്തിക്കുക എന്നത് ഇവിടുത്തെ സംഘപരിവാറിൻ്റെ ആവശ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവർക്ക് അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മറുഭാഗത്തെ ധ്രുവീകരണം കൂടെ ശക്തിപ്പെടുത്താൻ കഴിയുക. ഇന്ന് ഒരുപാട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും എല്ലായിടത്തും ഉയർന്നു വരാനിടയുള്ള ഭരണവിരുദ്ധ വികാരം, ആ ഭരണവിരുദ്ധ വികാരം തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലും മറ്റും പ്രതിഫലിക്കാതിരിക്കണമെങ്കിൽ എന്നും ഈ സമൂഹത്തെ ഇങ്ങനെ വൈകാരികമായി പ്രക്ഷുബ്ധമായി നിലനിർത്തേണ്ടത് ഇവരുടെ ആവശ്യമാണ്. ഇവരുടെ രാഷ്ട്രീയം അതാണ്. അതിലൂടെ ഉണ്ടാക്കിയെടുത്ത രാഷ്ട്രീയമാണ് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം. അതുകൊണ്ട് സംഘപരിവാർ ഇത്തരമൊരു നിരോധനം ഏർപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഉദ്ദേശ്യം അതാണ്, അവരുടെ ലക്ഷ്യം രാഷ്ട്രീയമായിട്ടുള്ള ഇത്തരം ധ്രുവീകരണമാണ് എന്ന കാര്യം ഉറപ്പാണ്. അതിലാർക്കും തർക്കമുണ്ടാവാനിടയില്ല. അതല്ലാതെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സമാധാനം സൃഷ്ടിച്ചു കൊടുക്കുക, ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെ കൂടി ഉദ്ധരിച്ച് അവരെ കൂടി തീവ്രവാദത്തിൽ നിന്നൊക്കെ മാറ്റി മിതവാദികളാക്കി നല്ല മനുഷ്യരാക്കുക എന്ന ഉദ്ദേശമൊന്നും സംഘപരിവാറിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നിരോധനം നടപ്പിലാക്കിയത് സംഘപരിവാർ ആണ് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ നിരോധനം മുസ്ലിം സമൂഹത്തിൽ വൈകാരികമായിട്ട് കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് ഇന്ന് തീവ്രവാദികളല്ലാത്ത വലിയൊരു വിഭാഗം ആളുകൾ കൂടി നാളെ തീവ്രവാദികളായി മാറുകയും ഇന്ന് നിരോധിച്ച സംഘടനയ്ക്ക് പകരം അവർ മറ്റു സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇതിനോട് പ്രതികരിക്കുകയും ചെയ്യും. തൽക്കാലം നിരോധനത്തിലൂടെ കുറേ ഓഫീസുകൾ അടച്ചുപൂട്ടാനും അവരുടെ കുറേ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനും അവരുടെ കുറേ പ്രവർത്തകരെ നിർവീര്യമാക്കാനും ഒക്കെ കഴിയും എന്നത് നേട്ടമാണെങ്കിൽ പോലും ഒരു ദൂരവ്യാപകമായി നോക്കുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ മൊത്തം കെമിസ്ട്രി നമ്മൾ സമഗ്രമായി പരിശോധിക്കുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഗുണഫലത്തേക്കാൾ ദോഷഫലം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതോ പോപ്പുലർ ഫ്രണ്ട് തിരിച്ച് സംഘപരിവാറിനെ നിരോധിക്കുന്നതോ ഒരു വലിയ ആഹ്ലാദിക്കാനും അർമാദിക്കാനും മാത്രം പോകുന്ന ഒരു ആനക്കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് മതതീവ്രവാദം വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് മതവിശ്വാസത്തിൻ്റെ ഒരു തീവ്രമായ ഒരു ഘട്ടത്തിൽ രൂപപ്പെടുന്ന ഒരു മസ്തിഷ്ക ബോംബുവൽക്കരണമാണ്. ആ മസ്തിഷ്ക ബോംബുവൽക്കരണ പ്രക്രിയയിൽ നമ്മൾ അതിനെ നിർവീര്യമാക്കുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് ചിന്തിച്ച് അതിനനുകൂലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ ഒരു സമൂഹത്തെ ഇത്തരത്തിലുള്ള ഒരു ഐഡിയോളജിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ആ ഐഡിയോളജിയെ നിർവീര്യമാക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിന് ഇവരുടെ മനഃശാസ്ത്രം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. വൈകാരികമായി പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ നമുക്ക് ബോധവൽക്കരിക്കാനോ
അവരുടെ ചിന്തയിലേക്ക് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാനോ ചിന്താപരമായി അവരെ പ്രചോദിപ്പിക്കാനോ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഒരു സമൂഹത്തെ അവരുടെ സ്വത്വബോധത്തെ ഉത്തേജിപ്പിക്കുന്ന വിധത്തിൽ വൈകാരികമായി പ്രകോപിപ്പിക്കുന്ന ഏതൊരു പ്രവർത്തനവും ആ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന്, ആ സമൂഹത്തെ പരിഷ്കരിക്കുന്നതിന് ഒരിക്കലും ഗുണകരമാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ ഇന്ന് ഇന്ത്യയിൽ മുസ്ലിം സമൂഹത്തിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വെറുപ്പുൽപാദനം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും മുസ്ലിം സമൂഹത്തിൽ വെളിച്ചം കടത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കും ഞങ്ങളുടേതുപോലുള്ള പ്രസ്ഥാനങ്ങൾക്കും തീർച്ചയായിട്ടും ഗുണകരമല്ല. അതൊരു വലിയ തിരിച്ചടിയാണ്, ഞങ്ങളെയൊക്കെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. യഥാർത്ഥത്തിൽ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നിരന്തരമായ ബോധവൽക്കരണത്തിലൂടെ ഈ സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെയും ആ വിശ്വാസത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള തീവ്രമായിട്ടുള്ള ആശയങ്ങളെയും നിർവീര്യമാക്കുക എന്നതാണ്. അവിടെ വിശ്വാസത്തിന് പല ലെയറുകളുണ്ട്, പല ഘട്ടങ്ങളുണ്ട്. എല്ലാ വിശ്വാസികളും തീവ്രവാദികളോ ഭീകരവാദികളോ അല്ല എന്ന കാര്യമൊക്കെ നമ്മൾ മുമ്പ് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഒക്കെ മേഖലയിലേക്ക് കടന്നു വരുന്നത് ഈ സമൂഹത്തിൽ ഒരുപക്ഷെ ഒരു 10% വളരെ താഴെയുള്ള ഒരു ചെറിയൊരു വിഭാഗമാണ്. പക്ഷേ എണ്ണത്തിൽ അത് ലക്ഷക്കണക്കിനുണ്ട്. അതിൻ്റെ പ്രഹരശേഷി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ വളരെ ഭീകരവും ആയിരിക്കും. കാരണം നാനാഴി ആവശ്യമില്ല. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അധികം ആളുകളോ അധികം വിഭവങ്ങളൊന്നും ആവശ്യമില്ല. ഓരോ മനുഷ്യൻ്റെ മസ്തിഷ്കവും ഓരോ ബോംബായി പ്രവർത്തിക്കുമ്പോൾ, ഓരോ ചാവേർ ബോംബായി പ്രവർത്തിക്കുമ്പോൾ അത് സമൂഹത്തിൽ അതുണ്ടാക്കുന്ന പ്രഹരശേഷി വളരെ ഭീകരമാണ്. അതാണ് നമ്മൾ ഇന്ന് ഈ തീവ്രവാദികളുടെയൊക്കെ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ട സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് തടസ്സമാകുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് ദൂരവ്യാപകമായ ഫലം ഉളവാക്കും എന്നതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ അതിനെ വിലയിരുത്തുന്നത്. കാരണം നമ്മളാരും ഈ രംഗത്തേക്ക് വന്നിട്ടുള്ളത്, ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇതിൻ്റെ കനി ഭക്ഷിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ തണൽ ആസ്വദിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടല്ല ഈ വൃക്ഷത്തൈകൾ നമ്മൾ നടാൻ ശ്രമിക്കുന്നത്. മറിച്ച് അത് നമ്മളൊക്കെ മരിച്ചതിന് ശേഷം പിന്നീട് ജനിക്കാൻ പോകുന്ന 2-3 തലമുറകൾക്കപ്പുറം ജനിക്കാൻ പോകുന്ന മനുഷ്യ സമൂഹത്തിനെങ്കിലും ഇതിൻ്റെ തണൽ ലഭിക്കണം, ഇതിൻ്റെ കനികൾ ലഭിക്കണം. അന്ന് ജീവിക്കുന്ന കിളികൾക്കും ജന്തുക്കൾക്കുമൊക്കെ ഇതിൻ്റെ കായ്കൾ ഭക്ഷിക്കാൻ കിട്ടണം എന്ന വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കനികൾ കാണാനോ ആസ്വദിക്കാനോ കഴിയില്ല എന്ന് മാത്രമല്ല, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായി യാതൊരു നേട്ടവും ഇല്ലാത്ത പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുന്നത്. വ്യക്തിപരമായി നേട്ടങ്ങളില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവനും ജീവിതവും തന്നെ പണയം വെച്ചുകൊണ്ട് അതൊക്കെ കൂടി അപകടപ്പെടുത്തിക്കൊണ്ടുള്ള സാഹസികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളൊക്കെ നടത്തി വന്നിട്ടുള്ളത്. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളെ ഫലശൂന്യമാക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഇന്ത്യയിലെ സംഘപരിവാർ രാഷ്ട്രീയം നമ്മളെ പോലുള്ള ആളുകൾക്കും നമ്മളൊക്കെ വിഭാവനം ചെയ്യുന്ന ഒരു സാമൂഹ്യ മാറ്റത്തിനും മുമ്പിൽ വലിയ ഒരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നു എന്ന് പറയാൻ കാരണം. വംശീയമായ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ അപരവൽക്കരിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് അവരെ വൈകാരികമായി അങ്ങേയറ്റം പ്രകോപിപ്പിച്ചുകൊണ്ട് അവരിൽ നിന്ന് നമ്മൾ ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ല. അത്തരം മാറ്റങ്ങൾ സൃഷ്ടിക്കാനും കഴിയില്ല. മറിച്ച് ഈ വൈകാരികമായിട്ടുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് മാറ്റി നിർത്തി ധ്രുവീകരിച്ചുകൊണ്ട് മറുപക്ഷത്തെ പ്രകോപിപ്പിച്ച് അവരെ ഒരുമിപ്പിച്ച് നിർത്തുക എന്ന കുടിലമായിട്ടുള്ള രാഷ്ട്രീയ തന്ത്രം പ്രയറ്റുന്ന ആളുകൾക്ക് ഇത് ഗുണകരമായിരിക്കും. പക്ഷേ ഇന്ത്യ പോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിൻ്റെ ഗുണകരമായ ഭാവിക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ഗുണകരമാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. മറിച്ച് ഇത്തരം സമൂഹങ്ങളെ അവരെ വൈകാരികമായി പ്രകോപിപ്പിക്കുന്നതിന് പകരം അവരെ വിചാരപരമായി പ്രചോദിപ്പിക്കുന്നതിനും ചിന്താപരമായി പ്രകോപിപ്പിക്കുന്നതിനും ഉതകുന്ന തരത്തിലുള്ള
പ്രവർത്തനങ്ങളാണ് നമ്മൾ സമൂഹത്തിൽ നടത്തേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ പരിപാടികൾ നടത്തേണ്ടതുണ്ട്, അതിനാവശ്യമായിട്ടുള്ള സംവാദങ്ങൾ നടക്കേണ്ടതുണ്ട്, അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട്, ആശയപ്രചരണങ്ങൾ നടക്കേണ്ടതുണ്ട്. അതെല്ലാം നടക്കുമ്പോൾ ഈ നമ്മൾ പ്രചരിപ്പിക്കുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസിക സന്നദ്ധത ഈ സമൂഹത്തിനകത്ത് ഉണ്ടാവണമെങ്കിൽ അവരുടെ മനസ്സ് പ്രക്ഷുബ്ധമായിരിക്കാൻ പാടില്ല, അവർ വികാരപരമായി പ്രകോപിതരാവാൻ പാടില്ല. നേരെ മറിച്ച് അവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട്, അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട്, അവരുടെ അതിജീവനം ഉറപ്പുവരുത്തിക്കൊണ്ട്, അവരെ നമ്മൾ വെറുക്കുന്നില്ല എന്നും അവരെ നമ്മൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവരെ നമ്മൾ ഗുണപരമായ മാറ്റങ്ങൾക്ക് പ്രചോദിപ്പിക്കുന്നത് എന്നുമുള്ള ബോധ്യം വരുത്തിക്കൊണ്ട് മാത്രമേ ഒരു സമൂഹത്തെ നമുക്ക് ഈ രീതിയിൽ ചിന്താപരമായി മാറ്റത്തിലേക്ക് നയിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് നടക്കുന്ന പല പ്രവർത്തനങ്ങളും, ഈ വൈകാരികമായിട്ടുള്ള പ്രകോപനം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളും വിപരീത ഫലം ചെയ്യും എന്ന് നമ്മൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പറയുന്നത്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആഘോഷങ്ങൾ നടത്തുന്നത് നിർഭാഗ്യവശാൽ ഈ മുസ്ലിംസൊക്കെ ആയിട്ടുള്ള, ഇസ്ലാമിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ടുള്ള സ്വതന്ത്ര ചിന്തകരും മതവിമർശകരുമായിട്ടുള്ള ആളുകളാണ്. സംഘപരിവാറിൻ്റെ ആളുകളെ കൂടെ തന്നെ ഇത് വലിയൊരു ആഹ്ലാദമായിട്ടും വലിയൊരു ആഘോഷമായിട്ടും കൊണ്ടാടുന്നത് ഈ കൂട്ടരാണ്. സത്യത്തിൽ അതിൻ്റെ മനഃശാസ്ത്രം ഈ പറഞ്ഞത് തന്നെയാണ്. കാരണം ഒരു സമൂഹത്തെ അതിൻ്റെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗോത്രബോധം പേറുന്ന സമൂഹം ഇവരെ വ്യക്തിപരമായിട്ട് ഉപദ്രവിക്കും, അവരെ പലതരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾക്കും ഉപദ്രവങ്ങൾക്കും വിധേയരാക്കും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പുറത്തു വന്ന ആളുകൾക്കും വൈകാരികമായിട്ട് തങ്ങൾ പുറത്തു പോകുന്ന തങ്ങളുടെ ഈ സമൂഹത്തോട് ഒരു വിദ്വേഷവും വെറുപ്പും മനസ്സിലുണ്ടാവും. ആ വെറുപ്പ് പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ നേരെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. സത്യത്തിൽ നമ്മളുടെ ലക്ഷ്യം, നമ്മൾക്ക് ഒരു മതവിശ്വാസം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി നമുക്കിവിടെ മതം വിട്ട് സുഖമായിട്ടും സ്വതന്ത്രമായിട്ടും ജീവിക്കുക എന്ന വ്യക്തിപരമായ ലക്ഷ്യം മാത്രമാണ് നമുക്കുള്ളതെങ്കിൽ ഈ പ്രതികരണത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത് സ്വാഭാവികമാണെന്ന് പറയാം. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ വിശാലമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, ഈ സമൂഹത്തെ കൂടി വെളിച്ചം കാണിക്കുകയും ഈ സമൂഹത്തെ കൂടി ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു സാമൂഹ്യ ധാർമ്മിക കർത്തവ്യമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് എന്ന ഉയർന്ന സാമൂഹ്യ ബോധവും ഉയർന്ന പൗരബോധവും ഉള്ളവരാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും ഈ സമൂഹത്തെ വെറുപ്പ് കൊണ്ട് മാറ്റി നിർത്തുകയല്ല, അവർ നമ്മളെ ഇങ്ങോട്ട് വെറുത്താലും നമ്മൾ തിരിച്ചങ്ങോട്ട് വെറുക്കുകയല്ല വേണ്ടത്, മറിച്ച് അവരെ സ്നേഹത്തോടു കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ നമ്മളുടെ ആശയങ്ങളിലേക്ക് ആകർഷിക്കാവുന്ന രീതിയിൽ പെരുമാറുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഇപ്പോൾ ഇസ്ലാമിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ട് സംഘപരിവാറിൻ്റെയൊക്കെ കൂടെ ചേർന്നുകൊണ്ട് മുസ്ലിം സമൂഹത്തിൻ്റെ നേരെ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികൾക്ക് നേരെയാണെങ്കിൽ പോലും ഈ രീതിയിലൊക്കെ പ്രതികരിക്കുന്ന ആളുകളോട് എനിക്ക് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്, സംഘപരിവാറുമായി ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഉദ്ധരിക്കുക എന്നത് മനഃശാസ്ത്രപരമായി ഇന്ന് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഒരു ഗോത്രബോധം പേറുന്ന ഒരു സമൂഹത്തെ, ആ ഗോത്രത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടപ്പെടുത്തുന്ന ഗോത്രത്തിൻ്റെ ശത്രുവാണെന്ന് അവർ കരുതുന്ന ഒരു പക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്ക് പരിഷ്കരിക്കുകയോ അല്ലെങ്കിൽ നേർമാർഗത്തിലേക്ക് നയിക്കുകയോ ചെയ്യുക അസാധ്യമാണ്. കാരണം വൈകാരികമായിട്ടുള്ള ഇത്തരം ഒരവസ്ഥയിൽ വിചാരപരമായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് നയിക്കാൻ മനഃശാസ്ത്രപരമായിട്ട് സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇവരെയൊക്കെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ടല്ലാതെ അവരുടെയൊക്കെ ശത്രുപക്ഷത്തേക്ക് നമ്മൾ ചാഞ്ഞു നിന്നുകൊണ്ട് ഇവരെയൊന്നും നമുക്ക് പരിഷ്കരിക്കുകയോ മാറ്റം വരുത്തുകയോ സാധ്യമല്ല. ഇത് തിരിച്ചറിയണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഈ സംഘപരിവാർ പക്ഷത്തേക്കൊക്കെ ചാഞ്ഞു നിന്നുകൊണ്ട് മതവിമർശനം നടത്താൻ ശ്രമിക്കുന്ന സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലക്ഷ്യം വ്യക്തിപരമാണെങ്കിൽ നിങ്ങളോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വ്യക്തിപരമായി ഇന്ന് ഏറ്റവും നേട്ടം കിട്ടുന്ന ഒരു മേഖല അതുതന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ചാണകം ചാരുന്നത് ഇന്ന് ലാഭകരമാണ്. ഇന്നത്തെ ചാണകം പഴയ ചാണകം പോലെയല്ല, ഇന്ന് ചാണകത്തിൽ പ്ലൂട്ടോണിയമൊക്കെ ഉള്ള കാലമാണ്. അതുകൊണ്ട് പ്ലൂട്ടോണിയത്തിനൊക്കെ നല്ല വിലയുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ചാരി നിൽക്കുന്നത് വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വളരെ സഹായകരമായിരിക്കും. അതുകൊണ്ട് ഒരു
അതിജീവനത്തിന് സഹായകമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്ന സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന പരിണാമ തത്വം അനുസരിച്ച്, അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു തത്വം അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കാം, അതിനോട് ചാരി നിൽക്കാം, വളരെ ലാഭമുള്ള ബിസിനസ്സായിട്ട് ഇതിനെ മാറ്റാം. ലാഭമുണ്ടാക്കാൻ വേണ്ടിയുള്ള ബിസിനസ്സാണ് നിങ്ങളുടെ യുക്തിവാദവും നിങ്ങളുടെ മതവിമർശനവും എങ്കിൽ നിങ്ങൾക്ക് ഈ ചാണകം ചാരുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ജനിച്ചു വളർന്ന ഒരു സമൂഹത്തെ കൂടി ഒരു ബഹുസ്വര മതേതര സമൂഹത്തിന് പാകപ്പെടുത്തുന്ന ഒരു മാനസിക പരിവർത്തനത്തിന് വിധേയമാക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിൻ്റെ ഫലം പെട്ടെന്ന് ലഭിക്കുന്ന ഒന്നല്ല, അത് തലമുറകൾക്ക് ശേഷം ലഭിക്കുന്ന ഫലമാണ്. അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വംശീയമായ ശത്രുതയും വെറുപ്പും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന സംഘപരിവാർ പോലുള്ള ശക്തികളോട് പരോക്ഷമായി പോലും നമ്മൾ ചേർന്ന് നിൽക്കാൻ പാടില്ല എന്നതാണ് എൻ്റെ നിലപാട്. ഇന്ന് നിർഭാഗ്യവശാൽ കേരളത്തിലെ നാസ്തിക പ്രസ്ഥാനം, നാസ്തികതയിലും നിരീശ്വരവാദത്തിലും മാത്രം ഒതുങ്ങുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു വിഭാഗം ആളുകൾ അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ സംഘപരിവാറിന് മണ്ണൊരുക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് ബോധപൂർവമായാലും ശരി, അതല്ല വ്യക്തിപരമായ ലാഭങ്ങൾക്ക് വേണ്ടി അവർ കണ്ടെത്തിയ ഒരു മാർഗം എന്ന നിലക്കാണെങ്കിൽ പോലും അത് വലിയൊരു സാമൂഹ്യ ദ്രോഹമാണ് ചെയ്യുന്നത് എന്ന അഭിപ്രായം കൂടി എനിക്കുണ്ട്. സ്വതന്ത്ര ചിന്തകരായ ആളുകൾ കുറേ കൂടെ വിശാലമായിട്ടുള്ള ഒരു സാമൂഹ്യ ലക്ഷ്യത്തോടു കൂടി, കുറേ കൂടി ഉയർന്ന ഒരു ധാർമ്മിക ബോധത്തോടു കൂടി വേണം അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എന്നതാണ് എനിക്ക് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പറയുന്നതൊക്കെ ഏതെങ്കിലും വ്യക്തികളെ ഉദ്ദേശിച്ചല്ല, ഏതെങ്കിലും വ്യക്തികളെ അവമതിക്കുന്നതിന് വേണ്ടിയല്ല. ഇതൊന്നും വ്യക്തിപരമല്ല, തീർത്തും 100% നിലപാടുപരമാണ്, ആശയപരമാണ് എന്നുകൂടി അനുബന്ധമായി പറയേണ്ടതുണ്ട്. കാരണം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവിടുത്തെ സ്വതന്ത്ര ചിന്തകർ എന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ നിലപാടുകളെയോ അഭിപ്രായങ്ങളെയോ വിമർശിക്കുകയാണെങ്കിൽ, അതിനെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, അതിനോട് വിയോജിക്കുകയാണെങ്കിൽ ഉടനെ അത് വ്യക്തിവിരോധമാണ് എന്ന രീതിയിൽ ചാപ്പ കുത്തിക്കൊണ്ടൊക്കെ പ്രതികരിക്കുന്ന വളരെ നിലവാരം കുറഞ്ഞ ബാലിശമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ഈ പറയുന്ന കൂട്ടത്തിലൊക്കെ ഉണ്ട്. സ്വതന്ത്ര ചിന്ത എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും കേവലം ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മതവിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിനപ്പുറത്തേക്ക് ഉയർന്ന ഒരു സാമൂഹ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാത്തവരാണ് ഈ കൂട്ടത്തിലും വലിയൊരു വിഭാഗം ആളുകൾ എന്ന ഖേദകരമായ ഒരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ലക്ഷ്യം സമൂഹത്തിൻ്റെ ഉന്നതിയാണെങ്കിൽ, സാമൂഹ്യ പുരോഗതിയാണെങ്കിൽ, സാമൂഹ്യ പരിവർത്തനമാണെങ്കിൽ, നമ്മളൊക്കെ ജനിച്ച് ജീവിക്കുന്ന സമൂഹങ്ങളുടെ ചിന്താപരമായ മാറ്റമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിന് കുറേ കൂടി യാഥാർത്ഥ്യബോധത്തോടും കുറേ കൂടി ദീർഘവീക്ഷണത്തോടു കൂടി കുറേ കൂടി മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. സംഘപരിവാർ പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചതും പോപ്പുലർ ഫണ്ട് നാളെ സംഘപരിവാറിനെ നിരോധിക്കുന്നതൊന്നും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്ര വലിയ ഗുണകരമായ ഒരു ആനക്കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിലൊന്നും അളവറ്റ് ആഹ്ലാദിക്കാനും ഇപ്പോൾ താല്പര്യമില്ല എന്ന് ഇതിൻ്റെ ഈ പ്രതികരണങ്ങൾക്കുള്ള ഒരു പൊതു മറുപടി എന്നതിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എൻ്റെ അഭിപ്രായം പറയാനാണ് ഞാനിവിടെ വന്നത്. എൻ്റെ അഭിപ്രായം എൻ്റെ മാത്രം അഭിപ്രായമാണ്. യോജിക്കുന്നവർക്ക് യോജിക്കാം, വിയോജിക്കുന്നവർക്ക് വിയോജിക്കാം. ആരെങ്കിലും വിയോജിക്കുന്നു എന്നതുകൊണ്ട് അത് വ്യക്തിപരമായ വിരോധമായിട്ട് ഞാൻ കണക്കാക്കുന്നതല്ല. ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ അത് ആശയപരമായ ഒരു യോജിപ്പ് മാത്രമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയാനാണ് ഇവിടെ വന്നത്, നിങ്ങളുടെ അഭിപ്രായം പറയാനല്ല.